റാമോജി ഫിലിം സിറ്റി സന്ദർശിക്കുന്നവർ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരിടത്താണ് ഇപ്പോൾ പോകുന്നത്. മറ്റെവിടെയുമല്ല, ബാഹുബലി സെറ്റിലോട്ടാണ് പോകുന്നത്. മഹിഷ്മതി സാമ്രാജ്യത്തിലേക്കുള്ള ഈ യാത്ര ഓരോ സഞ്ചാരിയുടെയും ഒരു സ്വപ്നം തന്നെയാണ്. നമ്മൾ ബാഹുബലി 1ഉം 2ഉം കണ്ടപ്പോൾ കണ്ട എല്ലാ കാഴ്ചകളും ഇവിടെ കാണാൻ കഴിയും. ഏതാണ്ട് 90% ഇതിനകത്ത് സെറ്റിട്ടാണ് ബാഹുബലി ചിത്രീകരിച്ചത്. SS രാജമൗലി രചനയും സംവിധാനവും നിർവഹിച്ച് 2015 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ ഇതിഹാസ ആക്ഷൻ ചിത്രമാണ് ബാഹുബലി ദ പിക്നിക്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയതും ഏറ്റവും ബ്രഹ്മാണ്ഡ ചിത്രവുമായിരുന്നു ഈ ചിത്രം. ഇതിൻ്റെ രണ്ടാം ഭാഗം ബാഹുബലി ദ കൺക്ലൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 2017 പുറത്തിറങ്ങുകയും ചെയ്തു. ആ ചിത്രവും വമ്പൻ ഹിറ്റാണ് നേടിയത്. ഒരു കൊട്ടാരത്തിനകത്ത് കയറിയ പ്രതീതി തന്നെയാണ് ഇതിനകത്തേക്ക് കടന്നപ്പോൾ. ചുറ്റും നമ്മൾ സിനിമയിൽ കണ്ട പല രംഗങ്ങളും ഓർമ്മയിൽ വരികയാണ്. അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ സൗണ്ട് റെക്കോർഡിങ്ങും ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനോടൊപ്പം ചിത്രത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളുടെ സീനുകൾ വരുമ്പോൾ അവിടെ ആ സിനിമയിൽ ഉപയോഗിച്ച അതേ ഡയലോഗുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടും ഇരുമ്പുകൾ കൊണ്ടുമാണ് മിക്ക സെറ്റുകളും നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടാൽ ഒറിജിനലിനെ വെല്ലുന്നത് പോലെ തോന്നുമെങ്കിലും ഇവയെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇവർ പരിപാലിക്കുന്നത്. ബാഹുബലി 1 ചിത്രീകരിക്കുമ്പോൾ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചിലവേറിയ ഏതാണ്ട് 180 കോടി രൂപയോളം ചെലവഴിച്ചാണ് ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. സിനിമ ഒരു വമ്പൻ ഹിറ്റ് തന്നെയാണ് നേടിയത്. ഏതാണ്ട് 650 കോടിയോളം രൂപ ലോകമെമ്പാട് നിന്നും കളക്ട് ചെയ്തു. നിരവധി ദേശീയ അന്തർദേശീയ അവാർഡുകളാണ് ബാഹുബലിയെ തേടിയെത്തിയത്. 2 പാർട്ടുകൾക്കും നിരവധി അവാർഡുകൾ ലഭിച്ചു. ഇതിനകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ തന്നെ മഹിഷ്മതി സാമ്രാജ്യത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു പ്രതീതിയാണ് ഓരോ സഞ്ചാരികൾക്കും ലഭിക്കുന്നത്. സിനിമാ ചിത്രീകരണത്തിന് ശേഷം ഈ സെറ്റ് മുഴുവനായും റാമോജി ഫിലിം സിറ്റി ഏറ്റെടുക്കുകയും അവ പരിപൂർണമായി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റു കാഴ്ചകൾക്ക് ശേഷം ഇത് പ്രത്യേകം ഒരു സ്ഥലത്ത് തന്നെയാണ് സെറ്റിട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടേക്ക് പ്രത്യേകമായി ബസ്സിൽ വരേണ്ടതുണ്ട്. സിനിമ കാണുന്ന അതേ പ്രതീതി തന്നെയാണ് ഇവിടെ മുഴുവൻ നടന്നു കാണുമ്പോൾ തോന്നുന്നത്. സിനിമയിൽ ഉപയോഗിച്ച ഒട്ടുമിക്ക സാധനങ്ങളും അതേപടി തന്നെ ഒരു കേടുമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം നമുക്ക് തൊട്ടു നോക്കാനും ഇരിക്കാനും എല്ലാത്തിനും സാധിക്കും. ആരും ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. ഈ വാഹനം കണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു പൽവാൾ ദേവൻ്റെ വാഹന വ്യൂഹമാണെന്ന് തോന്നുന്നു. ഇതുപോലുള്ള ഏതാണ്ട് 3 ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സിനിമ കണ്ട് വർഷങ്ങളായതിനാൽ ചിലതിൻ്റെ പേരുകളൊന്നും കൃത്യമായി ഓർമ്മ വരുന്നില്ല. സിനിമ കാണുമ്പോൾ ഈ രംഗങ്ങളിലെല്ലാം ബാക്ക്ഗ്രൗണ്ടായി വലിയ വലിയ കൊട്ടാരങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാസ്ക് ചെയ്ത് ചിത്രീകരിച്ചതാണ് ഇവയെല്ലാം. ബാക്കിയുള്ളതെല്ലാം ഇതിനകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കൊട്ടാര സമുച്ചയത്തിൻ്റെ ഏറ്റവും മുൻഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന സഞ്ചാരികളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിനകം മുഴുവൻ സഞ്ചരിച്ചപ്പോൾ കണ്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇവിടെ സന്ദർശിക്കുന്ന ഒരു സഞ്ചാരികൾക്കും ഒരു നിയന്ത്രണവും ഇവർ ഏർപ്പെടുത്തിയിട്ടില്ല. ആർക്കും എവിടെ വേണമെങ്കിലും കയറാം, ഇരിക്കാം, ഫോട്ടോ എടുക്കാം. യാതൊരു പ്രശ്നവും ആർക്കുമില്ല. നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ പാർക്കുകളിൽ പോകുമ്പോൾ തന്നെ എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഈ സെറ്റിനകം മുഴുവൻ തന്നെ കാണണമെങ്കിൽ ഏതാണ്ട് 2.5 മണിക്കൂറോളം വേണ്ടി വരും. എല്ലാ സഞ്ചാരികളും ഇവിടം കാണാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. സിനിമയിലെ പൽവാൾ ദേവൻ്റെ കൂറ്റൻ പ്രതിമയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതിൻ്റെ മുൻഭാഗത്തായി നല്ലൊരു വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. ഇത് എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. ഈ രഥത്തെ പ്രഭാസിൻ്റെ ഇൻട്രോ സീൻ കാണിക്കുന്നത് ഈ രഥം കാണിച്ചുകൊണ്ടാണ്. മഹിഷ്മതി രാജ്ഞിയെ ആക്രമിക്കാൻ വരുന്ന ആനയെ ഈ രഥം തള്ളി നീക്കിയാണ് പ്രഭാസ് രക്ഷപ്പെടുത്തുന്നത്. സിനിമയിലെ കൊട്ടാരത്തിൻ്റെ
മുൻഭാഗത്തെ ഒരു കോട്ടയാണ് ഇത് കാണിക്കുന്നത്. ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ കാണിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ നിന്നാണ് അമ്പുകളും മറ്റു ആയുധങ്ങളുമെല്ലാം എറിയുന്നത്. രഥം തള്ളി നീക്കാനായി സഞ്ചാരികൾ ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഇഞ്ച് പോലും അനങ്ങുന്നില്ല. ഇവിടെയെല്ലാം സഞ്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ടൂർ ഓപ്പറേറ്റർമാരുമായി വന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന നിശ്ചിത സമയം കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് മാറേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ സ്വമേധയാ വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള സ്ഥലങ്ങൾ യഥേഷ്ടം നമുക്ക് കാണുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും എല്ലാം ചെയ്യാൻ കഴിയും. ഇതാണ് ഇതിനടുത്തുള്ള ഹോട്ടൽ. നല്ല ഭക്ഷണമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. റാമോജി ഫിലിം സിറ്റി കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വരുമ്പോൾ കൂടുതൽ സമയം ബാഹുബലി സെറ്റ് കാണാൻ വേണ്ടി ചെലവഴിക്കുമല്ലോ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.